വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാമല്ലേ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്താണ് ബെൽ ബട്ടൺ പ്രസ് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? പോകാം. ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മൾ എന്നും ഇനി ഡെയിലി വ്ളോഗ് ഇടുന്നതായിരിക്കും. കുഞ്ഞുങ്ങളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ അതേ നമ്മൾ കുറച്ച് കപ്പയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കപ്പയും പുഴുക്കിനാണ്, കപ്പ പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലും പൂളയെന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും, നമ്മളിവിടെ കപ്പ പുഴുക്കെന്നാണ് പറയുന്നത്. അപ്പോൾ അതേ നാത്തൂനാണ് കപ്പ നന്നാക്കി റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിൽ കുക്കറിൽ നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കറിക്കാണ് ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ബീഫ് കറിയാണ് കേട്ടോ. പിന്നെ അതേ അകത്തത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. എല്ലാവരും ഓരോ പണിയിലാണ്. അപ്പോൾ ഞാൻ ഇന്നും ഉള്ളത് നമ്മുടെ മൂത്തമ്മൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഒരു മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്. അപ്പോൾ മരുന്ന് കൊടുത്തു ശേഷം ഞങ്ങൾ 2 മാങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടുമ്പോഴുള്ളൊരു പരിപാടിയാണ് മാങ്ങ സീസണിൽ. എന്താ പറയുക, ഈ മാങ്ങ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ മാങ്ങ ഒരുവിധം വലുതായിട്ടേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് ഈ ചെനച്ച മാങ്ങയാണ് കേട്ടോ ഇഷ്ടം. ചെന വന്ന മാങ്ങയാണ് തിന്നാൻ കൂടുതൽ ഇഷ്ടം. അതിലൊരു ചെറിയ മധുരം ഉണ്ടാവുമല്ലോ, അത് ഈ ഉപ്പ് മുളകിൽ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ അതേ ശരണേച്ചി, ഞാൻ ശരണേച്ചി എന്നാണ് മൂത്ത നാത്തൂനെ വിളിക്കാറ്. അപ്പോൾ ശരണേച്ചി ഇവിടെ മാങ്ങ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നീളത്തിൽ അരിയുന്നുണ്ട്. ഇനി നമ്മളിതിൽ ഉപ്പും മുളകും ചേർക്കും. വേണേൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞങ്ങൾ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്നെടുത്ത് കഴിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഇതേ അമ്മ കുറച്ച് പുഴുക്കറച്ചൊക്കെ കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നുള്ളത് മൂത്തമ്മൻ്റെ വീട്ടിലാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട്, ഒരു 2-3 ദിവസമായിട്ട് നമ്മൾ മൂത്തമ്മൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അമ്മ അതേ നമ്മൾ പുഴുക്കിനുള്ള ഇറച്ചി, ഇത് പുഴുക്കറച്ചിയാണ് കേട്ടോ, ബീഫിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളാണ്. അപ്പോൾ അമ്മ അതൊക്കെ കഴുകി എടുക്കുന്നുണ്ട്. അപ്പുറം ബീഫ് കറി മൂത്തമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ കുക്കർ ഒഴിഞ്ഞിട്ട് വേണം നമുക്കതിൽ എന്താ പറയുക പുഴുക്കറച്ചിയൊക്കെ വേവിക്കാം. കറി ആയ മൂത്തമ്മ എന്ന് വെച്ചാൽ മൂത്തമ്മ പറഞ്ഞു കറി മുഴുവനായിട്ട് സെറ്റായിട്ടില്ല, നമുക്കതിലൊരു സാധനം കൂടെ ഇടാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കതിൽ കൊത്തി നുറുക്കി ഇടണം എന്ന് പറഞ്ഞു. അങ്ങനെ മൂത്തമ്മ അതേ മല്ലിയില എല്ലാം കഴുകിയിട്ട് അതിലേക്ക് നന്നായി അരിഞ്ഞിടുകയാണ് കേട്ടോ. ബീഫിൽ ഈ മല്ലിയിലയും അതുപോലെ ചിക്കനിലാണെങ്കിൽ ഈ മല്ലിയിലൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ പണ്ട് എനിക്ക് ഈ മല്ലിയിലൊന്നും ഇഷ്ടമല്ല കേട്ടോ. മല്ലിയിലൊക്കെ ഞാൻ എടുത്ത് മാറ്റിക്കളയത്, മല്ലിയില ഇടാനൊന്നും സമ്മതിക്കില്ല. പിന്നെ കല്യാണം എല്ലാം കഴിഞ്ഞ് കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, സ്വന്തമായി കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ മല്ലിയിലേൻ്റെ ഭംഗിയും ടേസ്റ്റും ഒക്കെ എനിക്ക് മനസ്സിലായത് കേട്ടോ. അങ്ങനെ ശരണേച്ചി ഇതേ മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം കഴിക്കാം കേട്ടോ. നല്ല പുളി ഉണ്ടായിരുന്നു മാങ്ങയ്ക്ക്. മാങ്ങ ഒരുവിധം വലുപ്പമായിട്ടേ ഉള്ളൂ കേട്ടോ. അതായത് ചെനയ്ക്കാനായിട്ടില്ല, മൂത്തിട്ടില്ല, ചെറിയ പുളിയൊക്കെ ഉള്ള മാങ്ങയാണ്. അപ്പോൾ ഇതേ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് കപ്പ അവിടെ സെറ്റാക്കി അരിഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ വായിൽ കൂടെ കപ്പലോടുന്നുണ്ട്. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എൻ്റെ വായിലൂടെ കപ്പലൊടിക്കാനുള്ള വെള്ളമുണ്ട് കേട്ടോ. ഈ മാങ്ങയും ഉപ്പിലിട്ടത് അതുപോലെ പുളിയെല്ലാം കാണുമ്പോൾ എവിടുന്നാന്നറിയില്ല വായിൽ വെള്ളം വരുന്നത് അല്ലേ. നിങ്ങൾക്കുണ്ട് അതുപോലെ? എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോഴും എനിക്ക് വെള്ളം വരുന്നുണ്ട് കൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളത് മിക്സ് ആക്കി പാടും ഒരെണ്ണെടുത്ത് കഴിച്ച് നോക്കി. ഒടുക്കത്തെ പുളിയായിരുന്നു കേട്ടോ. അപ്പോൾ അനിയത്തിക്കും കൊടുത്തൊരു കഷ്ണം. മാങ്ങ പറ്റ ചെറുതായി പോയി, കാരണം ഞങ്ങളെ മാവിന്ന് മാങ്ങയൊക്കെ പറിക്കുന്ന ആൾ ഇന്ന് വെയ്യാണ്ട് കിടക്കാനേ. അപ്പം അവനാണെങ്കിൽ നല്ലോണം പറിച്ചേനെ, വലുതൊക്കെ നോക്കി പറിച്ചത്. ഞങ്ങൾക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വടി വെച്ച് എത്തുന്നിടത്തുനിന്ന് 2 ചെറുതാട്ടോ പറിച്ചത്. അതാണ് പുളി. പിന്നെ എല്ലാവരും ടേസ്റ്റ് നോക്കുമായിരുന്നു കേട്ടോ. മൂത്തമ്മ ഒരു കഷ്ണം തിന്ന് നോക്കി, ഭയങ്കര പുളിയായിരുന്നു. എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അമ്മയ്ക്ക് ഒരു കഷ്ണം കൊണ്ട് ഞാൻ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയും കഴിച്ചിട്ട് പറഞ്ഞു നല്ല പുളിയുണ്ടെന്ന് പറഞ്ഞു. എന്നാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ മാങ്ങ ഉപ്പും മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ. എല്ലാവരും കണ്ണടഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പുളിച്ചിട്ട്. പിന്നെ കുഞ്ഞുങ്ങളടുത്ത് വന്നപ്പോഴത്തേക്കും ചിലരൊക്കെ കളിക്കുന്നുണ്ട്, ചിലരൊക്കെ ഫോണും പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ണ് തെറ്റിയപ്പോൾ ഫോൺ എടുത്തതാണ്. അപ്പോൾ അവരെ മുഖം കണ്ടില്ലേ, നമ്മൾ കള്ളത്തരം പിടിച്ചു എന്നുള്ള പോലെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ഹായ് ഒക്കെ തന്നെ എന്നെ സോപ്പിട്ടിട്ടുണ്ട്. എൻ്റെ ഫോൺ എന്തായാലും കിട്ടില്ലല്ലോ, കാരണം ഞാൻ ഏത് നേരം വീഡിയോ എടുത്തോണ്ടാണല്ലോ. പിന്നെ നമ്മുടെ പാറുവിന് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ട് മാങ്ങയൊക്കെ. അപ്പോൾ അവളൊരു കഷ്ണം എടുത്ത് ടേസ്റ്റ് ഒക്കെ ഇട്ട് സൂപ്പറാന്നൊക്കെ പറഞ്ഞു. സിദ്ധുവിന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ നിർബന്ധിച്ചപ്പോൾ അവനൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അവൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാം ഗൈസ്. ഒരു കഷ്ണം കഴിച്ചപ്പോൾ തന്നെ കിളി പോയ പോലെയാണ്, കണ്ണെല്ലാം പുറത്തോട്ട് തള്ളിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അപ്പുണ്ണിനോട് കുറേ നിർബന്ധിച്ചെങ്കിലും അവനത് വേണ്ടാന്ന് പറഞ്ഞു, കാരണം അവന് ചെറിയൊരു എരിവ് പോലും പറ്റില്ല. കറിയിലൊരു കുറച്ച് എരിവ് തന്നെ ഉണ്ടെങ്കിൽ അവന് പറ്റില്ല. സിദ്ധുവിന് ചെവിക്കൂടെയൊക്കെ കാറ്റ് പോകുന്ന പോലെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ സമാധാനത്തോടെ കൊലായിൽ വന്നിട്ട് ഇരുന്നിട്ട് ഇതേ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കാൻ എല്ലാവരും കൂടിയപ്പോഴത്തേക്കും മാങ്ങ കഴിഞ്ഞ വഴി കണ്ടില്ല കേട്ടോ ആരും. പിന്നെ നമ്മൾ വിചാരിച്ച് ഇനിയും പറക്കണമെന്ന്. പിന്നെ വിചാരിച്ച് വേണ്ട, ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കാനല്ല, ബീഫെല്ലാം കടിച്ച് പറക്കുമ്പോൾ പല്ലെല്ലാം പൊളിച്ചിട്ട് ആകെ സീനാവുന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടോ. പല്ല് പുളിക്കോളിരുന്ന് മാങ്ങ തിന്നലൊക്കെ പണ്ടേ ഉള്ള
ഒരു ശീലമാണ്. എന്നിട്ട് പിന്നെ ചോറ് കഴിക്കുമ്പോഴും ഇറച്ചി കഴിക്കുമ്പോഴൊക്കെ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. ഇന്നും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ എല്ലാവരും കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ഓട്ടോ ഓടുന്നത് എങ്ങോട്ടാണെന്നറിയോ? നിങ്ങൾ വിചാരിക്കും എന്തോ സീരിയസ് ആയിട്ടുള്ള പോക്കാണെന്ന്. വേറെ ഒന്നിനല്ലേ, നമ്മൾ കുറച്ച് മിഠായി വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചൂടൊക്കെ അല്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിഠായി അതുപോലെ കുടിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ, സിപ്പപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ്. അതിനാണ് ഞങ്ങൾ മക്കളെല്ലാം അവിടെ ആക്കിയിട്ട് അവരെ കണ്ണ് വെട്ടിച്ചിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് വന്നിട്ട്, അവരെയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ കട മുഴുവൻ അവർ വാങ്ങിക്കൊണ്ടുപോകും. അതുകൊണ്ട് അവരെ കൂട്ടിയിട്ടില്ല. പിന്നെ ദേ ഇവിടെ വന്നിട്ട് എന്തൊക്കെയുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് മാങ്ങയും നെല്ലിക്കയും പിന്നെ മഞ്ചാടി ഐസായിട്ടുണ്ടായില്ല കേട്ടോ, ലൂസായിരുന്നു. എന്നാലും കുഴപ്പമില്ല, തണുപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതൊക്കെ വാങ്ങി. സിപ്പപ്പ് ഞങ്ങൾ ഇവിടെ തന്നെ കുടിച്ച് തീർക്കാണ് കേട്ടോ. വേറെ ഒന്നും കണ്ടല്ല. മക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ സീനാവും. അവർക്ക് മുട്ടായിയൊക്കെ, അവരെ പറ്റിക്കാൻ കുറച്ച് മുട്ടായിയൊക്കെ വാങ്ങി, പിന്നെ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക എല്ലാം കഴിച്ച് ഞങ്ങൾ സൊറയെല്ലാം പറഞ്ഞ് പതുക്കെ നടന്ന് വരികയാണ് കേട്ടോ. കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി കുറച്ച് മുട്ടായി നമ്മൾ പൊതിഞ്ഞ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു. നല്ല അടിച്ച് പൊളിച്ച് നടക്കുകയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കണം. ഉപ്പും മുളകും കൂട്ടി മാങ്ങ കഴിച്ച് ദഹിക്കുന്നതിന് മുമ്പേ ഞാൻ പോയിട്ട് ഉപ്പിലിട്ട മാങ്ങയും കൂടെ വാങ്ങി കഴിച്ചിട്ടോ. ഞാൻ മാത്രമല്ല എല്ലാവരും കഴിച്ചേ. പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ കുഞ്ഞു ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. നമ്മുടെ മാമൻ വന്നിരുന്നു. മാമൻ വന്നപ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം ഐസ്ക്രീം കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഞങ്ങളെ പറ്റിച്ച് കഴിച്ചു. ഞങ്ങൾ പോയിട്ട് മഞ്ചാടി സിപ്പ് വാങ്ങി വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാവർക്കും ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞു. പിന്നെ കുറച്ച് അവിലും പഴമൊക്കെ മാമൻ കൊണ്ടുവന്നിരുന്നു. മാമനോട് വർത്താനം പറഞ്ഞിട്ട് പെങ്ങന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞു അപ്പോഴത്തേക്ക് എൻ്റെ മഞ്ചാടി കയ്യിലുള്ളത് വാങ്ങിയിട്ട് അവൻ കുടിക്കില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ തട്ടിപ്പറിച്ച് വാങ്ങാത്ത. അവൻ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പിന്നെ കുറച്ച് ഐസ്ക്രീം വായിലിട്ടിട്ട് അവനെ കൂടെ നടന്നു. ഇവിടെ വന്നപ്പോൾ എല്ലാവരും ജോറായിട്ടുള്ള ഐസ്ക്രീം തീറ്റയിലാണ് കേട്ടോ. കുഞ്ഞുങ്ങളും സത്യത്തിൽ വിചാരിച്ചിട്ടുണ്ടാവും അമ്മമാരൊന്നും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് രക്ഷപ്പെട്ട് ആസ്വദിച്ചിരുന്ന ഐസ്ക്രീം കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങല്ലോ. പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു ഐസ്ക്രീം കഴിച്ചിട്ടില്ല. പിന്നെ അവന് കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അവന് ചെറിയ ജലദോഷമൊക്കെ വരുന്നതുകൊണ്ട് അവന് കൊടുത്തില്ല. അപ്പം ഞാൻ ഇരുന്നിട്ട് ബാക്കി വന്നത് കഴിക്കാൻ കേട്ടോ. കുഞ്ഞുങ്ങളുള്ള ഒരു ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവരുന്ന മുട്ടായികളൊക്കെ അവർക്ക് വേണ്ടെങ്കിൽ അമ്മമാർക്ക് കഴിക്കാം. അതാണ് കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഡാൻസ് കളിക്കാൻ നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ വെച്ചിട്ട് ഒരേ ഡാൻസാണ് കേട്ടോ. അപ്പണി മാത്രം ഡാൻസ് കളിക്കാൻ കൂടിയില്ല, വേറെ ഒന്നും കൊണ്ടല്ല. അവന് ഭയങ്കരമായിട്ട് പിണങ്ങി കരഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതായത് കടയിൽ പോകുമ്പോൾ നമ്മൾ കൂട്ടിയില്ല, അവൻ ഇനിയും മിഠായി വേണം, കോപ്പിക്കോ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അതൊന്നും മൈൻഡ് ആക്കരുതേ. ബാക്കിയുള്ളവരൊക്കെ നല്ലോണം ഇരുന്ന് അടിച്ചുപൊളി ഡാൻസൊക്കെ കളിച്ചിരിക്കുന്നത്. നമ്മളെ കുഞ്ഞു നല്ലോണം ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അടുക്കളയിലേക്ക് പോയി നോക്കിയപ്പോഴത്തേക്ക് അമ്മ കപ്പ ഇവിടെ നന്നായിട്ട് ഉടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പപ്പുഴുക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട്, ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റാക്കി വെക്കുന്നത്. വേഗം സെറ്റാക്കി വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഉച്ചയ്ക്ക് നമുക്ക് നല്ല ബീഫ് കറിയും ചോറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വൈകുന്നേരത്തേക്കാണ് കേട്ടോ. പിന്നെ പുഴുക്കിനുള്ള ഇറച്ചിയെല്ലാം നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കപ്പയിലേക്ക് മിക്സ് ചെയ്തിട്ട് പിന്നെ വറവിടൽ പരിപാടിയൊക്കെയാണ്. ഇത് മിക്സ് ചെയ്യുക, പിന്നെ എന്തൊക്കെയോ ചേർത്ത് വറവിടുക, അതൊക്കെയാണ് കേട്ടോ അടുത്ത പരിപാടി. അപ്പോൾ ഇതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല നെയ്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പുഴുക്കിറച്ചി വാങ്ങാൻ പോയപ്പം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങൾ നേരം വൈകി പോകുമ്പോൾ. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഇടുന്ന ഒരു സംഭവം അതിലുണ്ടായിരുന്നില്ല കേട്ടോ. കുറവായിരുന്നു പുഴുക്കിറച്ചി. പിന്നെ അതങ്ങ് വാങ്ങി വന്നൊരു പൂതിക്ക്. കുറേ ആയി നമ്മൾ പുഴുക്കിറച്ചിയൊക്കെ കഴിച്ചിട്ട്, പുഴുക്കൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി വന്നു. അപ്പോൾ അതേ അമ്മ നല്ലോണം ഇരുന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ പുഴുക്ക്. ഇനി നല്ല മിക്സ് ചെയ്യുക, വറവിടുക. അപ്പോൾ നമ്മളെ പുഴുക്ക് സെറ്റായിട്ടോ. പുഴുക്കിറച്ചിയല്ല, പുഴുക്ക് സെറ്റായിട്ടുണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചോറ് തീറ്റ പരിപാടിയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ആദ്യം ചോറ് കൊടുക്കുന്നു, പിന്നെ അതിനുശേഷം നമ്മളിരുന്ന് വിശാലമായിരുന്നു ചോറ് കഴിക്കുന്നു. ഇവിടെയാണെങ്കിൽ രാവിലത്തെ പുട്ട് ബാക്കിയിരിക്കുന്നുണ്ട്, കുറച്ച് കടലക്കറി ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിന്ന് രാവിലെ പുട്ടും കടലക്കറിയായിരുന്നു. പിന്നെ അതേ വെള്ളമെല്ലാം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അടിയിൽ കാണുന്ന കരിങ്ങാലിപ്പൊടിയുടെ പൊടിയാണ്, വേറൊന്നുമല്ല കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കുഞ്ഞിനൂടെ ചെറിയൊരു പ്ലേറ്റിൽ കുറച്ച് ചോറ് കൊടുത്തിട്ടുണ്ട്. അവൻ സ്വന്തം കഴിക്കില്ല, വെറുതെ മക്കളെ കൂടെ ഇരിക്കുമ്പോൾ അവൻ എന്തായാലും ഒരു പ്ലേറ്റിൽ വേണം. സിദ്ധും പാറൊക്കെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പുണ്ണി ഞാൻ വാരി കൊടുക്കണം എന്നാണ് വാശിയിലിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനാണ് അവന് വാരി കൊടുത്തത്. പിന്നെ ഇതേ പുഴുക്ക് ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. മല്ലിച്ചപ്പൊക്കെ ഇട്ട് വറവിടൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് അങ്ങനെ അടച്ച് വെക്കുകയാണ് കേട്ടോ. നമ്മളിത് വൈകുന്നേരം ഇനി എടുക്കുള്ളൂ. അങ്ങനെ അതൊക്കെ അടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചോറ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം TV എല്ലാം കണ്ടിരുന്നു. അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതേ കപ്പ കഴിക്കാൻ വേണ്ടി പോകണം. എല്ലാവർക്കും പുഴുക്ക് എടുത്തിട്ടുണ്ട്. ഇനി എല്ലാവരും നല്ലോണം ഇരുന്ന് കട്ടൻ ചായയും കൂട്ടിയിട്ട് നമ്മൾ പുഴുക്ക് കഴിക്കും. അങ്ങനെ കൊലായിലാണ് എല്ലാവരും വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ ആകുമ്പോൾ നല്ലൊരു വൈബാണ്. അങ്ങനെ കട്ടൻ ചായയൊക്കെ സെറ്റായി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പുഴുക്കും എല്ലാവർക്കും ഉള്ളത് ഇവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. ഇനി എല്ലാവരും ഇരുന്ന് വട്ടത്തിലിരുന്ന് കഴിക്കാൻ പോകാണ് കേട്ടോ. കുളിച്ചിട്ടൊന്നുമില്ല, ചൂടായതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈകുന്നേരമൊക്കെയാണ് എല്ലാവരും കുളിയും. ഇനി ഇതെല്ലാം ചായയുടെയെല്ലാം കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് കുളിക്കും കേട്ടോ. അങ്ങനെ ഞാനും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി പുഴുക്കായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ ചൂട് പറക്കുന്ന ചായൻ്റെ ഒപ്പം ഈ ഒരു പുഴുക്ക് എന്ന് പറയുന്നത് അടാറ് ഐറ്റം തന്നെയാണ്. പിന്നെ എല്ലാവരും നിലത്തും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, നല്ല ആസ്വദിച്ചിരുന്നിട്ട്. കുഞ്ഞുങ്ങളാരും കപ്പപ്പുഴുക്ക് കഴിച്ചില്ല കേട്ടോ. അവർ ഒരേ കളിയാണ്, പുറത്തിറങ്ങിയ സന്തോഷത്തിലാണ് അവരെല്ലാവരും കൂടെ. അപ്പോൾ അവർ കളിക്കണം. അവർക്ക് വല്ല ബിസ്ക്കറ്റോ എന്തെങ്കിലും സ്നാക്സൊക്കെ കൂട്ടിയിട്ട് ചായ കൊടുക്കണം. അപ്പോൾ ഞാനും ഇവിടെ ഇരുന്ന് കഴിക്കണം കേട്ടോ. പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ വട്ടത്തിലിരുന്ന് ചായ കുടിക്കുന്നൊക്കെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ലോണം ആസ്വദിച്ചിരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ഞാൻ വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ, സീ യു.